എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഗുലാബ് ജാമുനാണ്. അതിന് വേണ്ടി ഞാൻ ഈ പാത്രം 2 പാത്രം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാത്രം നിറച്ച് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലത്തെ അതേ പാത്രത്തിൽ തന്നെ നിറച്ച് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനുശേഷം ഈ പാൽപ്പൊടി നമുക്കൊന്ന് മിക്സ് ആക്കാം. അതിനുവേണ്ടി ഞാൻ പാൽപ്പൊടി ഒരു പാനിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വെള്ളവും കുറച്ച് പാലും കൂടെ ഒഴിച്ച് വേണം ഇത് മിക്സ് ആക്കാൻ കേട്ടോ. ഞാൻ അതിൽ ഒരു കട്ട് ഒരു വെള്ളവും എടുത്തിട്ടുണ്ട്, അതുപോലത്തെ കട്ടിൽ തന്നെ പാലും എടുത്തിട്ടുണ്ട്. അത് രണ്ടും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാണ്ട് കുറേശ്ശെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. കട്ടകൾ ഒട്ടും വരാൻ പാടില്ല, നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഞാനിതൊരു സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണേ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുനാണ്. വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഗുലാബ് ജാമുനാണ് കേട്ടോ. ക്രിസ്മസിന് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പം എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കട്ടിയാവും. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കിതൊരു ആട്ട പോലെ ആയി വരും. അതുവരെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ. ഞാനിത് ആട്ട പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയി വരണം. അതിന് ശേഷം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പാനി റെഡിയാക്കി എടുക്കണം കേട്ടോ. വെള്ളം ഞാൻ രണ്ട് പാത്രം നിറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു, അതിനകത്തോട്ട് ഇട്ട് ജസ്റ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാമേ. അതിന് ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കുങ്കുമപ്പൂവ് ഇട്ട് കൊടുത്തു കേട്ടോ, ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. കുഴച്ച് വെച്ചിരിക്കുന്നില്ലേ, ചൂടാക്കി വെച്ചിരുന്ന റവയും പാൽപ്പൊടി മിക്സ് ഇല്ലേ, അത് നമുക്ക് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ആക്കണം കേട്ടോ. നല്ലതുപോലെ തന്നെ മിക്സ് ആക്കണം. അതിനുശേഷം നമുക്ക് കുറേശ്ശെ ചെറിയ ഇങ്ക് ബോൾ ഷേപ്പാണ് വേണ്ടെങ്കിൽ ബോൾ ഷേപ്പ് എടുക്കാം. ഏത് ഷേപ്പ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാക്കി എടുക്കണം എല്ലാം ഇങ്ങനെ. ഇങ്ങനെ ഞാൻ ഇത്രയും ആക്കി വെച്ചിട്ട് ബാക്കി ആട്ടം ഞാൻ ഇതുപോലെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ തുറന്ന് വെച്ചാൽ ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ കുറേശ്ശെ ഉണ്ടാക്കി അപ്പം തന്നെ ഉണ്ടാക്കി പോകണം. അതിന് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലിട്ട് വേണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. മാത്രമല്ല അകം വേവത്തുമില്ല. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ കേട്ടോ. ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം വേവും, ബ്രൗൺ കളർ ആവില്ല. അതുകൊണ്ട് ജസ്റ്റ് ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ക്രിസ്മസ് സമയത്തൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഹെൽത്തിയുമാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ അല്ലേ, അതൊക്കെ വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ബ്രൗൺ കളർ ഒരു സൈഡ് മാത്രം ആവരുത് കേട്ടോ. നല്ലതുപോലെ തീ കുറച്ചിട്ട് വേണം നമ്മൾ ആക്കിയെടുക്കാൻ. എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ ആ വെള്ളത്തിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ചൂടോടെ തന്നെ അതിനകത്ത് വരെ ആ വെള്ളം കയറണം, എങ്കിലേ അതിന് ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ഞാൻ എല്ലാം അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. താങ്ക് യു.